ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണ വ്യാപാര പാതയായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ഒരു ആഗോള യുദ്ധത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ അന്ത്യശാസനവും പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ പ്രഖ്യാപനങ്ങളും പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ അസ്തമയം കുറിക്കുന്നതാണോ എന്ന ചർച്ചകൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നു. ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നയതന്ത്ര സ്തംഭനാവസ്ഥയും ചേർന്ന മേഖലയെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്റെ പ്രസംഗത്തിൽ അടിവരയിട്ട് പറഞ്ഞൊരു പ്രധാന കാര്യം അമേരിക്ക തുടരുന്ന നാവിക സാമ്പത്തിക ഉപരോധങ്ങൾ ഒരു നിശബ്ദ യുദ്ധമാണെന്നതാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് രാജ്യത്തെ സ്വാഭാവികമായ വ്യാപാരത്തെ തടയുന്നത് ആ രാജ്യത്തെ ജനങ്ങളെ പട്ടിണി കിടത്തുന്നതിന് തുല്യമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാന്റെ എണ്ണ കയറ്റുമതി തടയുന്നത് വഴി ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഇറാന്റെ ക്ഷമ പരീക്ഷിക്കരുതെന്നും ഇത് തിരിച്ചടിക്കാനുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് തങ്ങളെ നയിക്കുമെന്നും പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്തുകൊണ്ടാണ് ഹോർമുസ് കടലിടുക്ക് ഇത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നത്? ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മൂന്നിലൊന്നും കടന്നു പോകുന്നത് കേവലം 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ജലപാതയിലൂടെയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്, ഇറാഖ് എന്നീ രാജ്യങ്ങളുടെ പ്രധാന കയറ്റുമതി പാതയാണിത്. ഇവിടെ ഇറാൻ ഒരു പുതിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയെന്ന പ്രഖ്യാപനം ആഗോള വിപണിയെ വിറപ്പിക്കാൻ പോകുന്നതാണ്. കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ പൂർണ്ണമായും ഏറ്റെടുക്കുകയും വിദേശ കപ്പലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്താൽ ലോകത്ത് ഇന്ധനവില കുതിച്ചുയരുകയും ആഗോള സമ്പദ് വ്യവസ്ഥ സ്തംഭിക്കുകയും ചെയ്യും. ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയുടെ സന്ദേശം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്ന പ്രഖ്യാപനമായിരുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം മേഖലയിൽ പരാജയപ്പെട്ടുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്നിൽ പുതിയൊരു ആത്മവിശ്വാസമുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്കായി അമേരിക്കയെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും അയൽ രാജ്യങ്ങൾ ചേർന്ന് ഒരു സ്വതന്ത്ര സുരക്ഷാ വലയം തീർക്കണമെന്നും ഇറാൻ ആഗ്രഹിക്കുന്നു. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഇറാൻ അടുത്തിടെ നടത്തിയ ചർച്ചകൾ ഈ ഒരു ഏഷ്യൻ ഐക്യത്തിന് കരുത്തു പകരുന്നതാണ്. പുറത്തുനിന്നുള്ള ശക്തികളുടെ സാന്നിധ്യം മേഖലയെ അരക്ഷിതാവസ്ഥയിലേക്ക് മാത്രമേ നയിക്കൂ എന്നതാണ് ഇറാന്റെ വാദം. സമാധാന ചർച്ചകൾ സ്തംഭിക്കാനുള്ള പ്രധാന കാരണം ഇറാന്റെ മിസൈൽ ശേഷിയാണ്. തങ്ങളുടെ പ്രതിരോധ ആയുധങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ആരെയും അനുവദിക്കില്ലെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. മിസൈലുകൾ ഇറാന്റെ പരമാധികാരത്തിന്റെ അടയാളമാണെന്നും അവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും അവർ കരുതുന്നു. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഈ നീക്കങ്ങളെ ഭീഷണിയായി കാണുന്നതോടെ ചർച്ചകളുടെ വാതിലുകൾ ഓരോന്നായി അടയുകയാണ്. പശ്ചിമേഷ്യൻ പോരാട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇറാന് നൽകുന്ന പരസ്യ പിന്തുണ ഈ വിഷയത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് മാറ്റുന്നു. യുക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ പിന്തുണ റഷ്യക്ക് ലഭിച്ചതിന് പകരമായി ഇറാനെതിരെയുള്ള ഏത് ആക്രമണത്തെയും റഷ്യ നേരിടുമെന്ന മുന്നറിയിപ്പ് അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. റഷ്യ, ഇറാൻ, ചൈന അച്ചുതണ്ട് രൂപപ്പെടുന്നത് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ പോകുന്നതാണ്. യുദ്ധഭീതി പടരുമ്പോൾ അതിന്റെ ആദ്യ പ്രത്യാഘാതം ഉണ്ടാകുന്നത് വിപണിയിലാണ്. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുന്നത് പണപ്പെരുപ്പത്തിനും കാരണമാകും. പാചകവാതകത്തിന്റെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് സാധാരണക്കാരെ ബാധിക്കും. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് വെറും ഒരു സൈനിക നീക്കമായിരിക്കില്ല, മറിച്ച് ആധുനിക ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു സാമ്പത്തിക തകർച്ചയായിരിക്കും. പശ്ചിമേഷ്യ ഒരു വലിയ മാറ്റത്തിന്റെ മുനമ്പിലാണ്. ഒരു വശത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കയും മറുവശത്ത് പ്രതിരോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുത്തൻ പാതയിലൂടെ ഇറാനും. ഹോർമുസ് കടലിടുക്കിലെ ഓളങ്ങളിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് വീണ്ടും ജീവൻ നൽകേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ്. പെസഷ്കിയാന്റെ മുന്നറിയിപ്പും മുസ്തഫയുടെ പ്രഖ്യാപനങ്ങളും കേവലം ഒരു വാക്കുകളല്ലെന്നും അവ പ്രായോഗികമായ നീക്കങ്ങളിലേക്ക് കടന്നാൽ അത് ചരിത്രത്തെ മാറ്റിമറിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പശ്ചിമേഷ്യയുടെ ആകാശം ഇനി എപ്പോഴാണ് ശാന്തമാകുക എന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്.